ആണോ? അപ്പൊ ടീച്ചർ അങ്ങനെ പറഞ്ഞോ? അമ്പോ, അമ്മയുടെ മോളല്ലെങ്കിലും ഇടിക്കുക. നല്ലോണം പഠിക്കണം കേട്ടോ. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റൂല മുത്തേ. മേടിക്കണം, റാങ്ക് മേടിക്കണം. ഞാൻ നിന്നെ ഡോക്ടറായിട്ട് സ്വപ്നം കണ്ടുപോയി. ഇനി എനിക്കത് മാറ്റാൻ പറ്റൂല. ആ പിന്നെ പിള്ളേർക്ക് പറ്റൂലായിരിക്കും. നിനക്ക് എൻ്റെ ബുദ്ധിയാണ് കിട്ടിയേക്കണത്. ആ ഇല്ലില്ല, അമ്മൂമ്മ ഇവിടെ ഉണ്ട്. ആ ഓ, ഡാഡിയോടെ പോവാ. ഡാഡി സ്ഥിരം പാർട്ടി എറണാകുളത്താറ്റേ പോയി. നല്ല ഉറക്കം. എൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങാവൻ. ഞാൻ ഉറങ്ങിയില്ലേ? ഇല്ല. ഇടി അവൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ ദേ കൊടുക്കാം. എന്നാ ചേച്ചി. എനിക്കൊന്നും വേണ്ട. ലാസ്റ്റ് അല്ലേ ചോദിച്ചു. എനിക്കൊന്നും വേണ്ട. വേണമെങ്കിൽ വർത്താനം പറയണ്ട. അവൾക്ക് വേണ്ടാന്ന്. നിന്നെ അവന് വേണ്ടാന്ന്. എന്നാ മക്കള് കിടന്നോ. പ്രാർത്ഥിച്ചിട്ടൊക്കെ കിടക്കണം. തുണിയൊക്കെ കഴുകാനുണ്ടെങ്കിൽ കൂട്ടി ഇടല്ലേ മുത്തേ. അതാ ബാത്റൂമിൽ കൊണ്ടുപോയി ഒന്ന് കൈവച്ചാണെങ്കിൽ ഒന്ന് കഴുകിക്കേ. അഴുക്കൊന്നും ആവാത്ത വേർപ്പ് മണം മാത്രം ഉണ്ടാവുള്ളൂ. ശരി എന്നാ. ഞാൻ അവന് കൊടുക്കും. ഒരു ഉമ്മ കൊടുത്തോ. എന്നാ ചേച്ചി ഒരു ഉമ്മ കൊടുക്കും. ഒരു ഉമ്മ മര്യാദ കൊടുക്കടാ. എന്നാ ശരി. മക്കൾ ഉറങ്ങിക്കോ. അയ്യോ, കിടന്ന് ഉറങ്ങ. ഞാനോർത്ത് നീ ഉറങ്ങിയിട്ടുണ്ടാവും. എന്തേടാ? കരയുന്ന? എന്താന്ന് പറഞ്ഞ നീ കരയാതെ? ഒന്നുമില്ലെങ്കിൽ പിന്നെ വെറുതെ ഇരുന്ന് കരയോ ആരെങ്കിലും? എന്താന്ന് പറയാൻ? പറയണ്ടെങ്കി പറയണ്ട. എന്റെ കയ്യിൽ നിന്ന് മേടിക്കും കേട്ടോ. രാത്രി ആകുമ്പത്തേനും വേഷം കെട്ടെടുത്താ. എന്താന്ന് പറയടാ? എന്ത് പ്രോമിസ് ചെയ്യാൻ? എന്ത്? നീ ആദ്യം നിവർന്ന് കിടന്നേ ഒന്ന്. എന്നിട്ട് മുഖത്തോട്ട് നോക്ക്. എന്താ? എന്തിന് തല? എങ്ങനെ ഞാൻ പറയും. സത്യം. ശരി, എന്താ പറ. തലയ്ക്ക് സത്യമൊന്നുമില്ല. ശരി, സമ്മതിച്ചു. അങ്ങനെ സത്യം ഇടാനൊന്നും പറ്റൂല. അമ്മേനെ വിശ്വാസം ഇല്ലേ മോന്? പറ, എന്താന്ന് പറ. എനിക്ക് നാളെ വയറുവേദനയായിരിക്കും. ഒറ്റ ഇടി ഞാൻ തരും. നാളെ വയറുവേദന ഇരിക്കുന്നത് നിനക്ക് ഇന്നെങ്ങനെ അറിയാം? കള്ളത്തരം. ഞാൻ ആ പൈസ കിട്ടുന്ന വിചാരിച്ചിരുന്നു. നോക്കോ, പറ്റുമെങ്കിൽ ഇന്ന് അറേഞ്ച് ചെയ്താൽ നന്നായിരുന്നു കേട്ടോ. അല്ല പിന്നെ കാര്യമില്ലല്ലോ. ശരി ശരി ശരി. ഇല്ലേ? എന്താ ചായ വേണോ? പൈസ പൈസ? ഡാൻസ് ക്ലാസ്സിലെ പിള്ളേർ പൈസ 500 രൂപ ഉണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച ഒന്നും ഫീസൊന്നും കിട്ടിയില്ല. ഒരു കൊച്ചാ തന്നത്. എന്തുപറ്റി? ചിട്ടിയുടെ ലാസ്റ്റ് ഡേറ്റ് എന്നാണ്? ഞാൻ മറന്നുപോയി. അപ്പൊ സഹായസ് കുറച്ച് പൈസ തരണ്ടായിരുന്നു എനിക്ക്. അപ്പൊ അവൻ ചോദിക്കണ ഇന്നലെ പറഞ്ഞ അറേഞ്ച് ചെയ്യാറുന്നല്ലോ. പക്ഷെ ഇന്നിപ്പോ രാവിലെ ചിട്ടിക്കാർ വിളിക്കുമ്പോഴേ ഞാൻ അറിയണത്. സാർ ലാസ്റ്റ് ഡേറ്റ് ആണ് മറന്നതാന്ന് ചോദിച്ചു. ഇതിപ്പോ എത്ര രൂപ ഉണ്ടായിട്ടുണ്ട്? 32,000 രൂപ വേണം. എൻ്റെ 500 രൂപ ഉണ്ട്. പിന്നെ 1500 രൂപ. കഴിഞ്ഞ ദിവസം ചേച്ചി ഒരു 1500 രൂപ വാങ്ങിച്ചില്ലേ ഏട്ടൻ്റെ കയ്യിൽ നിന്ന്? എന്ത്? അത് തരാന്നും പറഞ്ഞ് വാങ്ങിച്ചതല്ലേ? ഇന്നലെ തരാന്നല്ലേ പറഞ്ഞത്? അവളെ കാണുന്നില്ല. നീ ചുമ്മാ ഇല്ലെന്ന്. അത് തരാന്ന് പറഞ്ഞല്ലേ? അത് ചേച്ചി തരും. അവളുണ്ടായിരുന്നു, അവള് കൊണ്ട് തരുമായിരുന്നല്ലോ. പിന്നെ അത് മറന്നിട്ടായിരിക്കും. ഏട്ടനൊന്ന് പോയി ചോദിച്ചു നോക്ക്. ഇപ്പൊ ക്രീറ്റോ ചേട്ടൻ പൈസ കൊടുക്കാറുണ്ട്. ചേച്ചിയുടെ ഉണ്ടാവും. അതുപോലെ ചേച്ചിക്ക് ഇപ്പൊ അത്യാവശ്യം തയ്യലൊക്കെ ഉണ്ട്. ചേച്ചി ചോദിച്ചു നോക്ക്. ഞാൻ ചോദിക്കണോ? ഞാൻ ചോദിക്കാം, കുഴപ്പമില്ല. ഞാൻ വെച്ചാൽ ഉണ്ടെങ്കിൽ അവൾക്ക് തരുമായിരുന്നല്ലോ. അത് ചേച്ചി മറന്നിട്ടായിരിക്കും. ഏട്ടനൊന്ന് ചോദിച്ചു നോക്ക്. ഇല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെന്നെങ്കിലും ഒപ്പിക്കാം. ചോദിക്കേ. സുരേഷ് എവിടെയിരിക്കുന്നത്? ആശുപത്രിയില്ല. ഇല്ലല്ല, വെറുതെ വിളിച്ചു. ശരി സാറേ. ഇല്ല, ഒന്നുമില്ല. ഞാൻ വെറുതെ വിളിച്ചതേ ഉള്ളൂ. സുഖമായിരിക്കുന്ന കുഞ്ഞ്? നടക്കട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടോ അവിടെ?
ആ നോക്കട്ടെ, ഞാൻ പറ്റി വിളിക്കാം, ഒന്നൂടെ വിളിക്കാം. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നെഞ്ചിരിയിലലിയുന്നു ജീവരാഗം, നീലവാനിലലിയുന്നൻ രാഗമാളം. പിന്നെ എത്തുന്ന പാട്ടാ ഇത്, ഞാൻ മറന്നുപോയി. നീ ഇരുന്ന് അങ്ങോട്ട് പാടി, എന്നെ ശല്യം ചെയ്യല്ലേ. ഇപ്പൊ എന്താന്നാണ് നിനക്ക് ഇപ്പൊ പാട്ട് കേൾക്കണം വലിയ നിർബന്ധമാണ്? പിന്നെ എൻ്റെ അമ്മയുടെ പാട്ട് കേൾക്കണം പുതിയായിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, വേറെ പുതിയ പാട്ടുകൾ. നീ ഇരുന്ന് അങ്ങോട്ട് പാട്, എനിക്ക് വയ്യ. പാടമ്മേ. ഒരു വലിയ ശല്യമാണല്ലോ ഈ പെണ്ണിന്റെ കാര്യം. പണ്ടങ്ങാണ്ട ഉള്ളൊരു പാട്ടാണ്, അത് തന്നെ അവക്ക് കേൾക്കണം. നിന്നെ പോലെയാണോ ഞാൻ അതൊക്കെ മറക്കത്തില്ലേ. അമ്മ പാടുന്നു, അമ്മ പാട്ട് പാടുന്നു. എടാ അവക്ക് പണ്ടത്തെ എന്തൊരു പാട്ടുണ്ടല്ലോ, ചന്ദ്രികയിലലിയുന്നു കേൾക്കണം. ചന്ദ്രകാന്തം. അത് മറന്നുപോയി തീർക്കാൻ ഞാൻ. അവക്ക് ഇപ്പൊ അത് മൊത്തം ഞാൻ പാടി കേൾപ്പിച്ചു. അമ്മ പണ്ട് നല്ലോണം പാടുമായിരുന്നു ആ പാട്ട്. എന്നും പറഞ്ഞിട്ട് ഞാൻ വയസ്സായാലും മക്കളെ ഇപ്പോഴും എന്റെ ഒരു മറന്നുപോയി പെണ്ണെ. എനിക്ക് ചില്ലറ വിചാരങ്ങളാണ്, പല പല കാര്യങ്ങളല്ലേ. അമ്മയ്ക്ക് എന്താ വിചാരിക്കാനുള്ളത്? അമ്മയ്ക്ക് എന്തെങ്കിലും വിചാരിക്കാനുണ്ടോ? നല്ല ഒന്നാന്തരം മകൻ, നല്ല ഒന്നാന്തരം മകള്, പൂ പോലത്തെ 2 മരുമക്കള്, കൊച്ചുമക്കള്, കടോ ഇല്ല, പരാധീനത ഇല്ല, ഒന്നുമില്ല. പിന്നെ അമ്മ എന്താ ആലോചിക്കാനാ? ഒരു മനുഷ്യനല്ലേ ആലോചിക്കാതിരിക്കാനൊക്കെ വയസ്സ് കാലത്ത്. അവനില്ലല്ലേ ട്രീറ്റ് ഇല്ലാന്ന് ഇപ്പഴാ നീ അറിഞ്ഞ. എന്ത് കാര്യം? എന്തേടാ മറ്റേ പറയടാ, ഞാൻ ഇരിക്കുന്നൊരു വിഷമാണ്. പൈസ ഇരിക്കണം എൻ്റെ അല്ലേ? എന്തേലും അവിടെ പൈസ. നീ പിന്നെ ഇന്നലെ നിനക്ക് പൈസ കിട്ടുമെന്ന് പറഞ്ഞു. ഏത് പൈസ? നീ നേരത്തെ എൻ്റെ മേടിച്ചപ്പോഴേ, കഴിഞ്ഞ ആഴ്ച മേടിച്ചോ, നീ ഇന്നലെ തരാന്നല്ലേ പറഞ്ഞിരുന്നത്. ഓ, നിന്റെ കയ്യിൽ നിന്ന് മേടിച്ച പൈസയാ? അതെന്റെ കയ്യിൽ ഇപ്പൊ ഇല്ല. അത് കിട്ടി, അത് ഞാൻ പിന്നെ ഇന്നലെ കണ്ട് കിട്ടുന്ന ആരാ തരുമെന്നാ, ആരാ മേടിച്ചിരുന്നൊക്കെ അല്ലേ നീ പറഞ്ഞിരുന്നത്. പക്ഷേ കിട്ടിയില്ലടാ. ഇപ്പൊ നീ അഡ്ജസ്റ്റ് ചെയ്, പിന്നെ തരാം. സുലുവിന്റെ ഉണ്ടോന്ന് ചോദിക്കടി. സുലു ചേച്ചിയുടെ കയ്യിലൊന്നും പൈസ കടം മേടിക്കാതിരിക്കും. കടം മേടിച്ച അത് മേടിക്കാൻ വേണ്ടി വന്നത് എന്റെ കയ്യിന്ന്. അതല്ല, അത് കടം മേടിച്ചാ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നാണക്കേടല്ലേ. അതാരായാലും, വീട്ടിലാണെങ്കിലും ഒരാണെങ്കിൽ വെളിയിലുള്ളവരാണെങ്കിലും അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. ആ എന്താ കനക നീ അങ്ങനത്തെ വർത്താനം പറഞ്ഞത്? അതെനിക്ക് ഇച്ചിരി വിഷമായി കേട്ടോ. കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കേണ്ടതല്ലേ, വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒന്ന്. നാട്ടുകാർ ശരി, വീട്ടുകാർ തമ്മിൽ അങ്ങനെ ഉണ്ടോ? ഇതിപ്പോ ഞാൻ നിന്റെ ഇത് മേടിച്ചിട്ട് ഞാൻ തിരിച്ചു തരാത്തോണ്ടല്ലേ നീ ഇപ്പൊ ആ വർത്താനം പറഞ്ഞത് അല്ലേ? അത് ഇതാ പറയണത്, നമ്മുടെ സ്വന്തം എന്നും പറഞ്ഞ് നമ്മളിപ്പ നിന്നെ എന്റെ കൂടപ്പറപ്പാ നീ. അങ്ങനെ ഞാൻ കാണുന്നോണ്ടാണ് ഇതിന്റെ കുഴപ്പം. അല്ലെങ്കിൽ ഇപ്പൊ ആ വർത്താനം നീ പറയൂലല്ലോ. നിന്റെ ഉണ്ടോന്ന് ചോദിച്ചു, നീ ഇന്നലെ തരാന്ന് പറഞ്ഞ പൈസയാണ്. ആ പൈസ ഉണ്ടോന്ന് ചോദിച്ചു. സാധാരണ ചോദിക്കാറുണ്ടോ? ഇല്ലല്ലോ, സാധാരണ ചോദിക്കാറില്ല. അപ്പൊ എന്താ ഇപ്പൊ അങ്ങനെ വന്നത്? അപ്പൊ നീ ചോദിക്കാറില്ലാത്തോണ്ട് ഞാൻ അത്ര കാര്യമാക്കി. അല്ല, നീ ഇത് പ്രത്യേകം പറഞ്ഞാണ് നീ പൈസ തിരിച്ചു തന്നോളാം. ഞാൻ പറഞ്ഞു വേണ്ട, ഉണ്ടെങ്കിൽ തന്നാൽ. അല്ലല്ലോ, ഞാൻ തരും, തന്നേ പറ്റുമോ, എനിക്ക് തരാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ തരാന്ന് പറഞ്ഞപ്പോ നീ പറഞ്ഞു വേണ്ട, അത് നീ എപ്പോഴെങ്കിലും തന്നാ മതി. നീ എന്റെ അടുത്ത് വാശി പിടിച്ച് പറഞ്ഞു ഞാൻ തരും തരും, അത് ഇത് നീ മേടിക്കണല്ലേ ശരിയാവുന്നു പറഞ്ഞു. ഞാൻ ശരി മേടിക്കാന്നും പറഞ്ഞു. എന്നിട്ട് ഞാൻ മേടിക്കൂലായിരുന്നു. എനിക്കൊരു ആവശ്യമുള്ളതാണ് ചോദിച്ചുണ്ടെങ്കിൽ തായില്ലേ വിട്ടേരെ. ഈ 1500 രൂപയ്ക്ക് നിനക്ക് ഭയങ്കര ആവശ്യമാണല്ലേ? അതാണ് എനിക്ക് ഇപ്പൊ ആ വർത്താനം പറഞ്ഞത്. ഇപ്പൊ ഈ വർത്താനം പറഞ്ഞതിന്റെ ആവശ്യം എന്താ? അതെനിക്ക് കുറച്ച് ദണ്ണുണ്ട്. നീ അങ്ങനെ ചുമ്മാ തന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ദണ്ണുണ്ട്. ഇതൊരു നല്ല ആള് തന്നെ. 1500 രൂപ പൈസ നീ ഇങ്ങനെ പറയൂ? സുലു ചേച്ചിയാണോ നീ? എനിക്ക് അല്ല, അതാണ് പറഞ്ഞത്. അപ്പൊ അതാണ് ഇപ്പൊ നമ്മളെ നീ ഇപ്പൊ എന്താ പറഞ്ഞത്? നീ എന്താ പറഞ്ഞത്? അപ്പം കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും തിരിച്ചു കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ? അത് ശരിയല്ലേ? അമ്മ വീണ്ടല്ലേ അമ്മേ? ഇത് ഞാനാണ് ഞാൻ മേടിച്ചോണ്ടല്ലേ നീ ഇപ്പൊ അത് പറഞ്ഞത്? നീ മേടിച്ചോണ്ടെന്നല്ല പറഞ്ഞത്. നീ എല്ലാരും എനിക്ക് മനസ്സിലായി നിന്നെ. 1500 രൂപയല്ലേ? അത് ഞാൻ എവിടെന്നെങ്കിലും തന്നോളാം എന്റെ പൊന്നെ. ഇത് നിങ്ങൾ എപ്പോഴും പറയുന്നത് നിങ്ങൾ തരയില്ല, ആരുമില്ല. ഇത് നിന്റെ കെട്ടിയവനും അങ്ങനെ തന്നെ, എല്ലാരും അങ്ങനെ തന്നെ. അപ്പൊ എല്ലാം കണക്കെഴുതി സൂക്ഷിച്ചിട്ടുണ്ടാവും നീ. എല്ലാത്തിനും കണക്ക് വെക്കുന്നല്ലേ? അമ്മ പറയാറുണ്ടല്ലോ, കാട്ടി കളഞ്ഞാൽ അളന്ന് കളയണോ? അതിന്റെ കുഴപ്പമാ.
അളന്ന് കളയാൻ തന്നെ കുഴപ്പം. ഓ അപ്പൊ ഞാൻ മേടിച്ചതിനൊക്കെ നിനക്ക് കണക്ക് എനിക്ക് സംസാരിക്കാനൊന്നുമില്ല. എനിക്ക് സംസാരിക്കാനുണ്ട്. ഞാൻ നിനക്ക് പൈസ തന്നിട്ടുമില്ല, നീ എനിക്ക് തരേ വേണ്ട. വേണ്ട കനക, നിനക്ക് ഞാനൊരു 10,000 രൂപ നാളെ വൈകുന്നേരം കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ തരും. അതിനുശേഷം അതാണ് നോക്കി വരുമ്പോഴല്ലേ, അവനെ പോലെ വരുമ്പോഴല്ലേ. ആ തന്നു കഴിഞ്ഞു ഞാൻ നിനക്ക് പൈസ തന്നിട്ട് എനിക്ക് ഇതിനെ അറിഞ്ഞും കൂടെ പൊട്ടേക്ക് പോ. ആ എനിക്ക് ഇനി നിന്നെ അറിയൂടാ. പൈസയുടെ കണക്ക് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തമ്മിൽ ബന്ധമില്ല. നീ പറഞ്ഞത് ശരിയായില്ല, ഒട്ടും ശരിയായില്ല. നീ എന്നെ അടിച്ചാലും ശരി തന്നെ. എടി അവന്റെ കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ നിന്റെ അടുത്ത് നിന്ന് ഇത്ര ബുദ്ധിമുട്ട്, അവന്റെ ഒരു പൈസ കാണത്തില്ല, അതുകൊണ്ടായിരിക്കും വന്ന് ചോദിച്ചത്. ഇതേ രീതിയിൽ നമ്മൾ കൊടുക്കാനുള്ളവരോട് സംസാരിക്കാൻ പഠിക്കരുത്. നമ്മൾ സമാധാനം കൊടുക്കാനുള്ള അന്യനാണ് അവന്. അന്യനായാലും ആരായാലും അവന്റെ കയ്യിൽ കാണത്തില്ല, അവനെന്തെങ്കിലും അത്യാവശ്യം അവനപ്പൊ അതുപോലെ പറയണം. അല്ലാതെ നീ ഇന്നലെ മേടിച്ച പൈസ തരാന്ന് പറഞ്ഞാൽ അത് തരാൻ എത്രയോ പൈസ നീ കൊടുക്കാൻ കിടക്കുന്നു, അതൊന്നും അവൻ ചോദിച്ചില്ലല്ലോ. ഇപ്പൊ നീ കൊടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഇന്നലെ കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇന്ന് വന്ന് ചോദിച്ചു. അല്ലെങ്കിൽ മോനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇതാ ഒരു കുഴപ്പം. ഇതാണ് വീട്ടിലല്ല ചണ്ട ഉണ്ടാവുന്നത്. കൂടുതൽ സംസാരിക്കണം. നീ അതുപോലെ തന്നെ നിനക്ക് കെട്ടിയനും അതുപോലെ വാങ്ങിച്ചാ കൊടുക്കത്തില്ല. അമ്മ പോയേ, അമ്മ വർത്താനം പറയാം. ഞാനിവിടെ പുറക്കാൻ വന്നതൊന്നും അല്ല, എനിക്ക് പോവാൻ അറിയാം. എന്നാലും അവൻ എന്നോട് അങ്ങനെ ചോദിക്കാൻ കൊള്ളാവോ? ഓ എന്ത് കഷ്ടകാലത്തിനാണ് അവന്റെ ഇന്ന് മേടിക്കാൻ തോന്നിയത്. ചേച്ചി കാണിച്ചത് ഒട്ടും ശരിയായില്ല. ഏട്ടൻ എന്തിനാ വന്ന് പൈസ ചോദിച്ചെന്ന് ചേച്ചിക്ക് നീ ഇത് എന്തറിഞ്ഞിട്ട് ഞാൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ പറയണത്. ഇന്ന് ചിട്ടി അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. 2000 രൂപ വേണമായിരുന്നു. എത്ര പേരെ വിളിച്ചു ചോദിച്ചെന്ന് അറിയാം. സഹായം ചേട്ടനെ വിളിച്ച്, സുരേഷ് ചേട്ടനെ വിളിച്ച്, അവരുടെ അടുത്തൊന്നും കിട്ടാഞ്ഞിട്ട് ഏട്ടൻ എൻ്റെ അടുത്ത് വന്ന് പൈസ ചോദിച്ചത്. എനിക്കാണെങ്കിൽ ആ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് കഴിഞ്ഞ ഞായറാഴ്ച 500 രൂപ കിട്ടിയത്. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ 500 രൂപ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോഴും തികയത്തില്ല, പിന്നെ വേണം 1500 രൂപ. അപ്പോഴാണ് ഞാനാണ് ഓർത്ത് പറഞ്ഞത്, ചേച്ചി ഏട്ടൻ്റെ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അത് ചെന്ന് ചോദിക്കാൻ പറഞ്ഞു. ചേച്ചി തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടല്ലേ ചേച്ചി വാങ്ങിച്ചത്. എന്നിട്ടിപ്പോ ഏട്ടനായി കുറ്റം. പിന്നെ എന്തിനാ അവൻ അങ്ങനെ പറഞ്ഞത്? എങ്ങനെ പറഞ്ഞത്? അമ്മ പറഞ്ഞത് സുൽച്ചേച്ചിയുടെ അടുത്തുനിന്ന് ചോദിച്ചു നോക്കി വേണ്ടേന്ന് പറഞ്ഞപ്പോ അവൻ പറയാ അതൊക്കെ മോശമാണ്, അകത്തുള്ളവരാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും മേടിച്ചാൽ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ മോശമാണ്. അങ്ങനെ തോന്നിയാ? പക്ഷെ ഏട്ടൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ചേച്ചി ഒരിക്കലും പൈസ വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കൂല. ആ കുറ്റബോധം ചേച്ചി കൊണ്ട് അതാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് അല്ലേ? ഇതിപ്പോ ഇത്രയും വളഞ്ഞു പിടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവൻ എന്നോട് പറയാൻ പാടില്ലേ, എടിയാ പൈസ ഉണ്ടെങ്കിൽ ഇങ്ങ് തന്നേടി വെച്ചാ മതി, അങ്ങനെ പറഞ്ഞാ പോരെ? അങ്ങനെ ചോദിച്ചാൽ ഉണ്ടാ ചേച്ചി എടുത്ത് കൊടുക്കാനായിട്ട്? ഇല്ലല്ലോ കൊടുക്കാനായിട്ട്. ഏട്ടൻ എൻ്റെ അടുത്ത് എത്ര പ്രാവശ്യം പറയാന്നറിയാം, എടി അവളുടെ ഉണ്ടാവത്തില്ല, എടി അവളുടെ ഉണ്ടെങ്കിൽ എൻ്റെ കൊണ്ടുവന്ന് തന്നേനെ. അപ്പൊ ഞാനാണ് പറഞ്ഞത്, ഇതേ കയ്യിൽ വെച്ചിട്ട് ചിലപ്പോൾ മറന്നിരിക്കുമായിരിക്കും ഏട്ടൻ പോയി ചോദിക്കാൻ. അതാ ഇപ്പൊ ഇത്ര വലിയ കുരിശായത്. ചേച്ചിക്ക് ഇത്ര അഹങ്കാരം പാടില്ല. എത്ര പ്രാവശ്യം ഏട്ടൻ്റെ അടുത്ത് നിന്ന് ചേച്ചി പൈസ വാങ്ങി തിരിച്ചു കൊടുക്കുവോ? ഇല്ലല്ലോ. ഇതിപ്പോ അത്ര അത്യാവശ്യം ഉള്ളതുകൊണ്ടല്ലേ ആ മനുഷ്യൻ വന്ന് ചോദിച്ചത്. ഞാൻ പോണു, എന്തെങ്കിലുമൊക്കെ കാണിക്കും, ഇച്ചിരി വകതിരിവ് കാണിക്കണം. എന്ത് അവനെന്തെടുക്കുക? പോയി അന്വേഷിക്കാൻ എന്തെടുക്കുവാണെന്ന്. അത് ഞാൻ ചെന്ന് സംസാരിക്കുമ്പോ അവന് മാറും. മാറും. എന്നാ പോയി സംസാരിക്കും. വാ വാ. പാവല്ലേ? ഓ എവിടെയാ? ഏട്ടാ ദേ നീ ചാടാൻ പോണെന്ന് പറഞ്ഞിട്ട് ചായ ഞാൻ ഇട്ട് വെച്ചിരിക്കാം. എടുത്തോണ്ട് വാ. എനിക്ക് വിഷമമാണ്. എടുക്കട്ടെ? എടുക്കാനല്ലേ പറഞ്ഞത്. ഹലോ ഹലോ, എനിക്ക് ബോധമില്ലാത്തതാ. അപ്പൊ പിന്നെ അങ്ങനെ പറയുമ്പോ ആർക്കാണെങ്കിലും വിഷമം ഉണ്ടാവും. ഞാൻ ഇത്ര നേരമായി പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. തെറ്റായിരിക്കും, എനിക്ക് നല്ല വിഷമമുണ്ട്. അറിയാതെ പറഞ്ഞു പോയതല്ലേ. നീ അതിനിങ്ങനെ ദേഷ്യപ്പെട്ടോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാ? എന്റെ ഭാഗത്തെ തെറ്റ് എനിക്കറിയാം കനക. സംസാരിച്ചില്ലേ? ചേച്ചിക്ക് ഇങ്ങോട്ട് കയറി വരാനില്ല, എന്താ അവിടെ തന്നെ നിന്നത്?
ഞാൻ ചേച്ചിയോട് പറഞ്ഞില്ലേ ഇത് ഭയങ്കര സീരിയസ് ആണെന്ന്, എന്നോട് അങ്ങനെയാ വന്ന് പറഞ്ഞത്. അല്ലെങ്കിലും ചേച്ചിക്കുള്ളത് എന്തെങ്കിലും ഒരു വഴക്കടിക്കുമ്പോഴത്തേക്ക് ആളുകളുടെ വീക്ക്നെസ് കയറി പിടിക്കണേ എന്തിനാ? ഞാൻ നിന്റെ പെങ്ങളല്ലേ, നീ എന്റെ ആങ്ങളെയല്ലേ, വെറും ഒരു 1500 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഈ ആങ്ങളെന്നെ പെങ്ങളിനൊക്കെ വലിച്ചെടുക്കാൻ എന്തിനാ? ഇതൊക്കെ മനസ്സിലിരുന്നാ പോരെ? ഞങ്ങൾ അനുഭവിച്ചു അത് തന്നെ. ഏട്ടാ ഏട്ടാ ചായ. ആ പിന്നെ ആ ഈ ചേച്ചി പറയുവാണേ, നേരത്തെ ചേച്ചി പറഞ്ഞില്ലേ ഏട്ടനോട് ഓ ഏട്ടാ ഏട്ടാ അഴേ കിടക്കുന്ന തുണി എന്തെടുക്കോ? മഴയൊന്നും ഇല്ലല്ലോടെ, പിന്നെ എന്തിനാണ് ഇപ്പൊ ഇത് എടുക്കേണ്ട കാര്യം? അമ്മേ അയ്യോ എന്തൊരു വേദന. എന്റെ അമ്മോ. ആ അയ്യോ അയ്യോ എന്റെ അമ്മേ. ആ ആ അയ്യോ. ചെവി പൊട്ടിപ്പോയ പിശാചിന്റെ. ഇല്ല ഇവിടെ ഇരിക്കാറ്. അവിടെ കിടന്നാലോ? വേണ്ട, ലില്ലി അമ്മ ഒന്ന് പെട്ടെന്ന് കാണും, കുളമാകും. ഇവിടെ തന്നെ കിടക്കാം. ഇല്ലേ? അയ്യോ. സാഹചര്യത്തിലുള്ള ഡിജിറ്റൽ ലൈസൻസ്. ഇല്ലേ? എന്തേ ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഒരെണ്ണം എടുത്ത് നല്ലതായിരിക്കും കേട്ടാ, കാർ ഓടിക്കുന്നതൊക്കെ. 2 വീലർ ഉണ്ടല്ലോ, എനിക്ക് കാറില്ലല്ലോ നമുക്ക് ഓടിക്കാനായിട്ട്. അല്ല ഇപ്പൊ എന്താ അറിയാമോ സംഭവം, ഇപ്പൊ എല്ലാം ഭയങ്കര ഇപ്പൊ നേരത്തെ മാർക്ക് കിട്ടുമല്ലോ, ഇപ്പൊ മൈനസ് മാർക്കുണ്ട് പുതിയ നിയമത്തില്. നമ്മളിപ്പോ ടെസ്റ്റ് എടുക്കുമ്പോഴത്തേക്കേ ആദ്യം ഏട്ടനൊരു കാർ വാങ്ങിക്കുക, എന്നിട്ട് ഏട്ടൻ ലൈസൻസ് എടുക്കുക, എന്നിട്ട് ഞാൻ ലൈസൻസ്. കാറ് മേടിക്കുന്നത് പിന്നീടുള്ള കാര്യമല്ലേ. ഈ ലൈസൻസ് ഒക്കെ ഇപ്പോഴൊക്കെ എടുത്ത് വെച്ചാൽ ഇനി പുതിയ പുതിയ നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കും, മനസ്സിലായില്ലേ? ചേച്ചി എവിടെ പോയി? അവിടെ ഇല്ലേ? അവളെ നോക്കിക്കൊണ്ടിരിക്കല്ലേ എന്റെ ജോലി. ഓ ഇത്ര ചാടി ഇറക്കല്ലേ. ആ പിന്നെ ചേച്ചി എത്ര പ്രാവശ്യം മിണ്ടിക്കൊണ്ട് വന്നു, ഏട്ടനെ കൂടെ മിണ്ടിയാൽ എന്താ കുഴപ്പം? അതിന്റെ ആവശ്യമില്ല. ഇതെവിടുന്ന് പോയി? എന്താ പറ്റി? കണ്ട് കണ്ട് ഓർമ്മിച്ച് ഞങ്ങൾക്കറിയാം. ഓ ഓ ഓ ഓ എന്താ ഒരു ഊരണം. ഊരണോ? അതല്ല
ദാ ഒരു പാമ്പ്. ദാ ഇങ്ങോട്ട് മാറിയില്ല. ദാ. ഇങ്ങോട്ട് മാറടാ. ഇതിനിടയിൽ അങ്ങനെ വന്ന് കയറി. കണ്ടമ്മ കണ്ടപ്പോഴല്ലേ ഞാൻ വിളിച്ചത്. വാന്ന് പോവാ. ദാ, കണ്ടാ ഓർമ്മിപ്പിക്കാൻ വന്നതാണ്. നാളെ ആയില്ലയോ. രണ്ടുപേരും കൂടെ പെട്ടെന്ന് അമ്പലത്തിൽ പോയിട്ട് വരെ. പോയി. ആര് രണ്ടുപേരും കൂടെ നിങ്ങൾ രണ്ടുപേരും കൂടെ നടക്കുകയും ചെയ്യും. എന്ത് മനുഷ്യന്റെ കാല് വയ്യാതെ ഞൊണ്ടി കാണിച്ചിട്ട് ഞൊണ്ടി നടന്നിട്ട് മൈൻഡും കൂടി ചെയ്യാത്ത ആൾക്കാരാണ് ഇനി അമ്പലത്തിൽ വരാൻ പോണത്. എന്തൊരു കഷ്ടം എന്ന് പറയും. ഇതുവരെ തീർന്നില്ല നിങ്ങളുടെ പിണക്കം. കണ്ടടാ അവളെന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞു വെച്ച് നീ മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്നത്. നിനക്ക് ഇത്തിരി വിവരമൊക്കെ ഇല്ലേ? അതൊക്കെ കള ഓട്ട് പോയി. ഒരുക്കി പോവാൻ നോക്ക്. എനിക്കല്ലെങ്കിൽ ആരോടും പിണക്കൊന്നുമില്ല. പിണക്കുണ്ടായിരുന്നെങ്കിൽ ഞാനീ കസർത്ത് മുഴുവൻ കാണിക്കൂ. പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അടച്ചാവോ? അടച്ച് സഹായസ പൈസ ചെന്നു. കണ്ട ഇത്രേ ഉള്ളു കാര്യം. അന്നേരം മുതൽ പ്രാർത്ഥിക്കാൻ ഞാൻ. എന്റെ പ്രാർത്ഥനയുടെ ഫലം. അല്ലാതെ എന്താ? നാളെ രാവിലെ റെഡി ആയിരുന്നു. ഞാനും വന്നോളാം. അത്രേ ഉള്ളവള് പാവം. അവൊന്നുമല്ല. വാ Aliens